നോട്ടുകൾ ഉപയോഗിച്ച് കടമിടപാടുകൾ നടത്തൽ ഇസ്ലാമികമായി ശരിയാണോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഈ വിധം ഇടപാട് നടത്തുമ്പോൾ പലപ്പോഴും കടം നൽകുന്നവന് വലിയ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണം, 10 വർഷം മുമ്പ് 1,00,000 രൂപ ഒരാൾ മറ്റൊരാൾക്ക് കടമായി നൽകി എന്ന് സങ്കല്പിക്കുക. ഇന്ന് അതേ സംഖ്യ തിരിച്ചു നൽകിയാൽ കടം നൽകിയവന് എത്രമാത്രം നഷ്ടമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. 10 വർഷം മുമ്പ് ആ നോട്ടുകൾക്ക് ഉണ്ടായിരുന്ന മൂല്യത്തിൽ ഇന്ന് വന്നിട്ടുള്ള കുറവ് കൊണ്ടാണത്. യഥാർത്ഥത്തിൽ നോട്ട് തേൻ നിറച്ച ഒരു ടിന്ന് പോലെയാണ്. അതിൻ്റെ പുറത്ത് 1 കിലോഗ്രാം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് അതിനകത്തുള്ള തേൻ 1 കിലോഗ്രാം ആകുന്നു എന്നാണ്. ഈ ടിന്ന് നാം ഒരാൾക്ക് കടമായി നൽകുന്നു. അയാൾ അതിൽ നിന്ന് കുറേ തേൻ ഉപയോഗിച്ച ശേഷം ആ ടിന്നുമായി കടം വീട്ടാൻ വരുന്നു. നാം അത് സ്വീകരിക്കുമോ? ഇല്ല. കാരണം നാം കൊടുത്ത സമയത്തുണ്ടായിരുന്ന അത്ര തേൻ അതിലില്ല. എന്നാൽ കടം വാങ്ങിയവൻ പറയുന്നു, നോക്കൂ, ടിന്നിന് പുറത്ത് 1 കിലോഗ്രാം എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ നാം എന്ത് മറുപടി പറയും? പുറമേ എഴുതിയതല്ല, അകത്തുള്ളതാണ് നാം പരിഗണിക്കുകയുള്ളൂ. തേൻ നിറച്ച ഈ ടിന്നും നോട്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? ടിന്നിൽ നിന്നും തേൻ കുറഞ്ഞത് പ്രഥമദൃഷ്ട്യാ നമുക്ക് ബോധ്യമാകുന്നു. അതുകൊണ്ട് അതിൻ്റെ പുറമെ എഴുതിയ 1 കിലോ എന്നതിനെ നാം അംഗീകരിക്കുന്നില്ല. എന്നാൽ നോട്ടിൽ നിന്നും കുറയുന്ന മൂല്യം പ്രത്യക്ഷത്തിൽ നോട്ടിൽ പ്രകടമല്ല. അതുകൊണ്ട് പുറമേ എഴുതിയ അക്കത്തെ നാം പരിഗണിക്കുന്നു. അതിനാൽ കടം വാങ്ങിയവൻ അതുമായി കടം വീട്ടാൻ വന്നാൽ നാം അത് സ്വീകരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ കടം വീടുമോ? കടം വീടുമെന്ന് പറയാനാവില്ല. എന്തുകൊണ്ട്? കടം നൽകുന്ന സമയത്തുള്ള മൂല്യം കടം വീട്ടുന്ന സമയത്ത് ആ നോട്ടുകൾക്കില്ല. നോട്ടുകളിൽ അത് പ്രകടമല്ല എന്ന് മാത്രം. നഷ്ടം നോട്ടുകളിൽ പ്രകടമല്ല എന്നത് കടം കൊടുത്തവന് നഷ്ടം സഹിക്കണം എന്നതിനും ന്യായമാണ്. അല്ല, ഇസ്ലാം അത് അംഗീകരിക്കുമോ? ഇല്ല. കാരണം ഇടപാടുകാർ അറിഞ്ഞോ അറിയാതെയോ വഞ്ചിക്കപ്പെടുന്ന രൂപത്തിൽ ഇടപാട് നടത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. മറ്റൊന്ന്, ഒരാൾ കടം വാങ്ങിയ അതേ നോട്ടുമായി കടം വീട്ടാൻ വന്നാൽ കടം വാങ്ങിയവൻ അത് സ്വീകരിക്കാത്ത ഒരു അവസ്ഥ നോട്ടിനുണ്ട്. കടം കൊടുത്ത ശേഷം ആ നോട്ടുകൾ നിരോധിക്കപ്പെട്ടാലാണത്. ചിന്തിച്ചു നോക്കൂ, കടം വാങ്ങിയ അതേ വസ്തു തിരിച്ചു കൊടുത്ത് കടം വീട്ടാൻ കഴിയാത്ത അവസ്ഥ നോട്ടിനല്ലാതെ മറ്റെന്തിനാണുള്ളത്? ആകയാൽ ദീർഘകാലത്തേക്ക് കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുമ്പോൾ അത് സ്വർണമായോ വെള്ളിയായോ കൊടുക്കലാകും സൂക്ഷ്മത. അല്ലെങ്കിൽ നോട്ട് എന്തിനെ പ്രതിനിധീകരിക്കുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിൽ കടമിടപാട് നടത്തേണ്ടി വരും. ഇല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ കടം വീടി എന്ന് പറയാമെങ്കിലും യഥാർത്ഥത്തിൽ അത് വീടില്ല. കാരണം നോട്ടുകളിൽ പരിഗണിക്കുന്നത് അതിൻ്റെ പുറമെ രേഖപ്പെടുത്തിയ അക്കങ്ങളല്ല, അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന മൂല്യത്തെയാണ്. അതുകൊണ്ടാണ് 10 രൂപയ്ക്ക് 10 റിയാലോ $10 ലഭിക്കാത്തത്. അല്ലാഹു അഅലം.